നമ്മുടെ അതിഥിയായി ഇവിടെ പങ്കെടുത്ത് നമ്മളോട് സംസാരിച്ച ഏറ്റുമാനൂർ MLA സുരേഷ് കുറുപ്പിന് അഗാധമായ കൃതജ്ഞത സംഘടനയ്ക്ക് വേണ്ടി രേഖപ്പെടുത്തുകയാണ്. സമാധാനത്തിൻ്റെ ദിവ്യ സന്ദേശം എന്ന വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി CP സലീം സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരി സഹോദരന്മാരെ, രക്ഷിതാക്കളെ, നാം പറഞ്ഞു വന്നത് മാനവ ലോകത്തിന്റെ മതം ഒരു കാലഘട്ടത്തിന്റെ മതമല്ല. ആ പദം തന്നെ സമാധാനത്തെ, ശാന്തിയെ കുറിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടായാൽ ആ വ്യക്തിക്ക് സമാധാനമായി. തിന്മകളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോഴും പ്രാവർത്തികമാക്കുമ്പോഴും ആ അവസ്ഥയാണ് മനുഷ്യന് സമാധാനമുള്ള അവസ്ഥ. സമാധാനം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ്, എനിക്ക് ശാന്തിയില്ല, സമാധാനമില്ല, ടെൻഷനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ചില ആളുകളെങ്കിലും മദ്യപാനത്തിലേക്ക് നീങ്ങുന്നത്. യഥാർത്ഥത്തിൽ മദ്യപാനത്തിലൂടെ, അത്തരം ലഹരികളിലൂടെ, വൃത്തികേടുകളിലൂടെ സമാധാനമാണോ ലഭിക്കുന്നത്? മദ്യപിക്കുന്നതിനു മുമ്പുള്ള അസമാധാനത്തോട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അസമാധാനവും കൂടി മദ്യപാനം കഴിഞ്ഞ് സ്വബോധത്തിലേക്ക് തിരിച്ചു വരുമ്പോഴായിരിക്കും നിങ്ങളിങ്ങനെ മദ്യപിച്ച് അങ്ങാടിയിലൂടെ ആടി, ഞാൻ ആടുന്നത് ആളുകൾ കണ്ടോ, ടെൻഷൻ വീണ്ടും കൂടുന്നു. തിന്മകളിലേക്ക് മനുഷ്യൻ പോകുന്നത് ആ തിന്മകൾ ചെയ്യുക വഴി തനിക്ക് സമാധാനം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. യഥാർത്ഥത്തിൽ ഉള്ള സമാധാനവും കൂടി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. സാമ്പത്തിക രംഗത്ത് പലിശയിലേക്ക്, കൈക്കൂലിയിലേക്ക്, അവിഹിതമായ സമ്പാദ്യത്തിന്റെ മാർഗത്തിലേക്ക് മനുഷ്യൻ പോകുമ്പോൾ ആ തെറ്റിന്റെ ആളുകൾക്ക് പറയാനുള്ള മറുപടി, ജീവിക്കണ്ടേ. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, പലിശ പാടില്ല, ശരിയാണ്, സ്ത്രീധനം വാങ്ങരുത്, ശരിയാണ്, പക്ഷെ ജീവിക്കണ്ടേ. യഥാർത്ഥത്തിൽ ആ തിന്മയിൽ നിന്നും ഒരു മനുഷ്യൻ മാറി നിൽക്കുമ്പോൾ, ആ മാറി നിൽക്കുക വഴി നന്മയുടെ പാതയിൽ എത്തുമ്പോഴുണ്ടാകുന്ന നന്മയുടെ പരിക്കുകൾ നൽകുന്ന സമാധാനം ചെറുതല്ല. പരിശോധിച്ചാലും മനുഷ്യനെ കൂടുതൽ കൂടുതൽ അസമാധാനത്തിലേക്കും അശാന്തിയിലേക്കുമാണ് ഇത് എത്തിക്കുന്നത്. കുടുംബ ജീവിതത്തിന്റെ രംഗം പ്രത്യേകമായ വിഷയമുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. ഇങ്ങനെ ജീവിതത്തിന്റെ ഏതേത് രംഗമെടുത്താലും, അത് സമൂഹമെടുത്താലും രാഷ്ട്രമെടുത്താലും ഒക്കെ തിന്മയുടെ മാർഗം തിരഞ്ഞെടുക്കുമ്പോൾ ആ വ്യക്തിക്ക്, കുടുംബത്തിന്, സമൂഹത്തിന് കൂടുതൽ കൂടുതൽ അസമാധാനങ്ങളും പ്രശ്നങ്ങളും സങ്കീർണതകളുമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഓരോ വ്യക്തിയും സമാധാനത്തിൽ ജീവിക്കുവാനുള്ള മാർഗം അവനെ സൃഷ്ടിച്ച നാഥൻ ജീവിതത്തിന്റെ ഓരോ രംഗത്തും എങ്ങനെ ചലിക്കണമെന്ന് പറഞ്ഞോ അതുപോലെ ചലിക്കലാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്വിച്ച് മാറിപ്പോയാൽ ശരിയായ രൂപത്തിലല്ല നമ്മൾ അവിടെ പെരുമാറുന്നതെങ്കിൽ ആ രംഗത്ത് നമുക്ക് സമാധാനം. ഇങ്ങനെ സമാധാനത്തോടുകൂടി സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ചെറിയ ചെറിയ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ജീവിക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കണം. സ്ത്രീധനം വാങ്ങാതിരിക്കുമ്പോ, പലിശ വാങ്ങാതിരിക്കുമ്പോ, കളവ് പറയാതിരിക്കുമ്പോ അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ. സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കണമല്ലോ. ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും. അതിന് നമുക്ക് നന്മയുടെ പരിക്കുകൾ എന്ന് പേര് കൊടുക്കാം. നന്മയുടെ മാർഗത്തേക്ക്, കോട്ടയത്തേക്ക് പോകണമെങ്കിൽ ഒരു ദിവസം ഒഴിവാക്കി വെക്കണം. അന്നുള്ള നമ്മുടെ വിനോദങ്ങൾ, ഒരുപക്ഷെ പലതരത്തിലുള്ള മറ്റു കാര്യങ്ങൾ മാറ്റിവെക്കണം. യാത്രയുടെ ക്ഷീണം, തിരിച്ചുപോക്കിന്റെ ക്ഷീണം പലതുമുണ്ട്. പക്ഷേ ഖുർആനിന്റെ, ഹദീസിന്റെ സമാധാനത്തിന്റെ കുളിര് പെരുമയായി പെരുമഴ ഈ നന്മക്ക് വേണ്ടിയുള്ള പരിക്കുകൾ അല്ല. ഇതുപോലെയാണ് നന്മയുടെ മാർഗത്തിലേക്ക് ഒരു മനുഷ്യൻ പോകുമ്പോൾ
അവൻ അനുഭവിക്കുന്ന പരിക്കുകളൊക്കെയും ആ പരിക്കുകളെല്ലാം നന്മയുടെ വലിയ കൂമ്പാരമായി വരുന്ന ഒരനുഗ്രഹമുണ്ട്. അതിന് എല്ലാ ദിവസവും ആവർത്തിച്ചാവർത്തിച്ച് ആ അനുഗ്രഹത്തിന്റെ പേരിൽ നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറയും. ആ അൽഹംദുലില്ലാഹ് പറയാനുള്ള കാരണങ്ങൾ 4 ഒന്ന്, ആ അൽഹംദുലില്ലയിൽ നമ്മൾ പറയുന്ന അല്ലാഹു റബ്ബാണ്, നമ്മുടെ സംരക്ഷകനാണ്. അവൻ റഹ്മാനും റഹീമുമാണ്. 4ാമത്തെ കാരണം അവൻ മാലികി യൗമിദ്ദീനാണ്, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനാണ്. മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചാൽ ഈ ജീവിതത്തിന് എന്തർത്ഥം? ഇല്ല. മരണത്തോടു ചെയ്യുന്നത് പരിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ ജീവിതം പരീക്ഷണമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും പേരിലുള്ള അധ്യായം സൂറത്തുൽ ഇൻസാൻ, സൂറത്തുൽ ദഹർ എന്ന മറ്റൊരു പേരുമുണ്ട്. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. മിശ്രമായ സംഘടിതമായ ബീജത്തിൽ നിന്ന് കാഴ്ച ശക്തിയും കേൾവി ശക്തിയും ഒക്കെ നൽകിക്കൊണ്ട് നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നാം അവളെ പരീക്ഷിക്കുവാൻ വേണ്ടി. ഈ ലോക ജീവിതം ഒരു പരീക്ഷണമാകുന്നു. ദൈവവിശ്വാസിയും ദൈവനിഷേധിയും ഏതു മതക്കാരനും സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യം. ഇതെന്തൊരു പരീക്ഷണമാണെന്ന് ചോദിക്കാത്ത പറയാത്ത ആരെങ്കിലും മനുഷ്യരിലുണ്ടോ? ആയത്തിന്റെ താല്പര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ആ പരീക്ഷണമായി ഈ ലോക ജീവിതത്തെ കണ്ടാൽ ആ പരീക്ഷണം നമ്മുടെ നാഥൻ പരീക്ഷയുടെ അവസാനത്തെ ആ മരണത്തോടുകൂടി ആരംഭിക്കുന്ന യഥാർത്ഥ ജീവിതവും ലോകത്തിന്റെ നാഥൻ ഏർപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സ്തുതി. കാരണം എന്താ? അവൻ പ്രതിഫല നടപടിയുടെ ആ ദിവസത്തിന്റെ ഉടമസ്ഥനാകുന്നു. പരലോകം എന്ന അനുഗ്രഹത്തെ അല്ലാഹു ഏർപ്പാടാക്കിയിരിക്കുന്നു. അതെ, പരിശുദ്ധ ഖുർആൻ ആ കാര്യം സൂറത്ത് ഫുസ്സിലത്തിലെ 39ാമത്തെ ആയത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തുന്നു. വമിൻ ആയാതിഹി, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അന്നക തറൽ അർള ഖാശിഅതൻ, ഭൂമിയെ ഭയവിഹ്വലമായി നിങ്ങൾ കാണുന്നു. നമുക്ക് വമ്പിച്ച പേടി വന്നാൽ തൊണ്ട വരണ്ടു പോകും, അല്ലേ? നോക്കൂ, ഇവിടെ ഭൂമി വറ്റി വരണ്ടു പോകുന്നതിനെ കുറിച്ച് ഖുർആനിന്റെ സുന്ദരമായ പ്രയോഗം ഖാശിഅതൻ, അത് ഭയവിഹ്വലമായി നിങ്ങൾ കാണുന്നു. അതിന്മേ ആ ഭൂമിയിലേക്ക് മഴ ഇറങ്ങിക്കഴിഞ്ഞാലോ ആ മണ്ണിനൊരു ചലനമുണ്ടാകുന്നു. വറബത്ത്, അത് വളർന്നു പുറത്തേക്ക് വരുന്നു. കേരളക്കാരായ നമുക്ക് വിശദീകരണം ആവശ്യമില്ലാത്ത തരത്തിൽ അറിയുന്ന കാര്യം, ഓരോ മൺസൂൺ വരുമ്പോഴും വറ്റി വരണ്ട് കിടക്കുന്ന ഭൂമിയിലേക്ക് മഴ പെയ്ത് ആ ഭൂമിക്കടിയിൽ സംരക്ഷിക്കപ്പെട്ട വിത്ത് പുറത്തേക്ക് മുളച്ചു വരുന്ന രംഗം ഖുർആൻ നമ്മുടെ മുമ്പിൽ കൃത്യമായി വരച്ചു വെക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇന്നല്ലദീ അഹിയാഹാ, തീർച്ചയായും അതിനെ ജീവിപ്പിച്ചവൻ, ലമുഹിയിൽ മൗത, മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ തന്നെയാകുന്നു. ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യത്തിലും കഴിവുള്ളവനാകുന്നു. അതെ, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് 100 കൊല്ലങ്ങൾക്ക് മുമ്പ് നാം എവിടെയാണ്? 10 വർഷം കഴിഞ്ഞ് ജനിക്കാൻ പോകുന്ന കുട്ടി ഇപ്പോഴെവിടെയാണ്? ആ ശുദ്ധ ശൂന്യതയിൽ നിന്ന് എന്നെയും കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇതോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല, മരണത്തോടുകൂടി ജീവിതം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് യഥാർത്ഥ ജീവിതം. ഇത് ജീവിതമല്ല. ഞാൻ ഇവിടെ ജീവിക്കുന്നു എന്ന് പറയാൻ പറ്റുന്ന ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? അതെ, മരണത്തോടുകൂടി ആരംഭിക്കുന്ന ജീവിതം, അതാണ് യഥാർത്ഥ ജീവിതം. ആ ജീവിതത്തെ നമ്മുടെ മുമ്പിൽ വെച്ചതോടുകൂടി ഇവിടെയുള്ള പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളല്ല. രോഗം പ്രശ്നമല്ല, നമുക്ക് കുട്ടികളില്ലാത്തവരുണ്ടെങ്കിൽ അതൊരു പ്രശ്നമല്ല, നമ്മുടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ പ്രശ്നമല്ല. തൗഹീദിന്റെ സുന്നത്തിന്റെ സന്ദേശം സ്വീകരിച്ചതിന്റെ പേരിൽ, സത്യപ്രബോധനത്തിന്റെ മാർഗത്തിൽ നീങ്ങുന്നതിന്റെ പേരിൽ നമ്മൾ ഒറ്റപ്പെടുന്നുവെങ്കിൽ അതൊരു പ്രശ്നമല്ല, പ്രശ്നമായിരുന്നു. ഇതോടുകൂടി ജീവിതം അവസാനിക്കുമായിരുന്നുവെങ്കിൽ ഇല്ല. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം ഏറ്റുവാങ്ങിയവരാണ് ഈ സന്ദേശത്തിന്റെ മുൻഗാമികൾ. അതുപോലെ ോടുകൂടി ആരംഭിക്കുന്ന ജീവിതത്തിൽ അതിന്റെ പ്രതിഫലങ്ങൾ നമുക്ക് വരാൻ പോകുന്നു.
ആ ജീവിതത്തിൽ രക്ഷപ്പെടുക എന്നത് മുഖ്യ അജണ്ടയായി സ്വീകരിക്കണം. അതോടുകൂടി മനുഷ്യന്റെ നിലപാട് തന്നെ മാറും. ഈ പളപളപ്പുകളും ഈ ദുനിയാവിലുള്ള ഒന്നും അവനെ വഞ്ചിപ്പിക്കുകയില്ല. കാരണം അവൻ ദീർഘദൃഷ്ടിയുള്ളവനാണ്. ലോകത്തിന്റെ സത്താവിന്റെ സന്ദേശം കിട്ടിയവനാണ്. മരണാനന്തരം ആരംഭിക്കുന്ന ഒരു ജീവിതമില്ലെങ്കിൽ ഈ മാമൻ മാപ്പിള ഹാളിൽ ഈ ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേരുമോ? വിഡ്ഢിത്തം എന്ന് പറയണ്ടേ? വെറുതെ കോട്ടയത്ത് പോവുകയോ? എന്തെല്ലാം ഏർപ്പാടുണ്ട് ജീവിതത്തിൽ. അല്ല, പോകണം. അതെന്റെ ആവശ്യമാണ്, എന്റെ കുടുംബത്തിന്റെ ആവശ്യമാണ്. അവിടെ കിടക്കുന്ന സന്ദേശം എനിക്ക് ജീവൻ നൽകുന്ന സന്ദേശമാണ്. അതല്ലേ നമ്മളെ പ്രേരിപ്പിച്ചത്? ആ ജീവിതമാണ് യഥാർത്ഥ ജീവിതം. അവിടെ രക്ഷപ്പെടാൻ, അവിടെ സമാധാനം കിട്ടാൻ, പരിക്കുകൾ ഏറ്റുവാങ്ങുക വഴിയുള്ള നന്മയുടെ മാർഗത്തിൽ ഉറച്ചു നിന്നതിന്റെ, തിന്മക്കെതിരെ പൊരുതിയതിന്റെ, തിന്മയിലേക്ക് പോകാത്തതിന്റെ പ്രതിഫലം ഏറ്റുവാങ്ങുന്ന സമാധാനത്തിന്റെ മാർഗം. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു നിങ്ങളെ സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു. സ്വർഗത്തിന് പടച്ചവൻ കൊടുത്ത പേര് ദാറുസ്സലാം, സമാധാനത്തിന്റെ ഭവനം. ആ ക്ഷണക്കത്ത് കിട്ടിയവരാണ് നമ്മൾ. ക്ഷണക്കത്ത് ശരിക്കു വായിച്ചു നോക്കിയാലേ അവിടെ എത്തുകയുള്ളൂ. ക്ഷണക്കത്ത് എല്ലാം വ്യക്തമാണ്. അവിടെ എത്താൻ നമ്മൾ ചെയ്യേണ്ട കാര്യം, അവിടെ ആ ദാറുസ്സലാമിൽ വിഭവങ്ങൾ ഒന്നല്ല, ധാരാളം വിഭവങ്ങളുണ്ട്. അതിൽ തന്നെ വ്യത്യസ്ത ദരജകളുണ്ട്, പദവികളുണ്ട്. ഏറ്റവും ഉന്നതമായ പദവിയിലെത്താൻ എന്ത് ചെയ്യണമെന്ന് ക്ഷണക്കത്തിലുണ്ട്. ആ ക്ഷണക്കത്താണ് പരിശുദ്ധ ഖുർആൻ. ആ ക്ഷണക്കത്തിന്റെ താഴെയുള്ള വിശദീകരണമാണ് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണം. തിരുസുന്നത്തുമാകുന്ന സ്രോതസ്സുകളിലൂടെ, ആ അടിസ്ഥാന പ്രമാണങ്ങളിലൂടെ ആ സമാധാനത്തിന്റെ നിത്യശാന്തിയുടെ സന്ദേശത്തെ നമ്മൾ അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ സത്യത്തെക്കുറിച്ചുള്ള പഠനം ഒരു വ്യക്തി നടത്തുമ്പോൾ അവന്റെ മുമ്പിൽ സ്വാഭാവികമായും ഒരു ചോദ്യം വരുന്നു. ഇത് ശാന്തിയുടെ, സമാധാനത്തിന്റെ, ഐക്യത്തിന്റെ, മോക്ഷത്തിന്റെ സന്ദേശം. പക്ഷേ ഈ രണ്ട് പ്രമാണങ്ങളിലൂടെ ഇത് പഠിച്ചുള്ളിലേക്ക് വരുമ്പോൾ ഇവിടെ എത്രയെത്ര കക്ഷികളാ, എന്തൊക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ തന്നെ എത്രയോ പ്രശ്നങ്ങളാണല്ലോ. കോട്ടയം ടൗണിൽ തന്നെ എത്രയെത്ര മുസ്ലിം സംഘടനകളുടെ കക്ഷികളുടെ ഓഫീസുകളാ. എന്തൊരു ഭിന്നിപ്പാണ് ഇതിന്റെ ഉള്ളിൽ. അവിടെ ഈ ചോദ്യത്തിന് മുമ്പിൽ എന്താണ് ഉത്തരം? ഇസ്ലാമിന്റെ ഉത്തരം എന്താ? ഉത്തരമില്ലാത്ത ചോദ്യം, ആശയരേഖ. അവിടെയാണ് പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശം. ലോകത്തിന്റെ പ്രവാചകൻ അതിന് ഉത്തരം പറഞ്ഞു, കൃത്യമായ ഉത്തരം പറഞ്ഞു. എന്റെ ഉമ്മത്തി 73 കക്ഷികളായി മാറും. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ഒരു അധ്യാപന രീതിയാണത്. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്. എല്ലാ മനുഷ്യരുമോ? ചോദ്യം വരും. ഇല്ലല്ലദീന ആമനു, ഒരു വിഭാഗം ഒഴികാണ് 4 സ്വഭാവമുള്ള. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലോ? ഇല്ലാ മില്ലത്തം വാഹിദ, ഇല്ലാ മില്ലത്തം വാഹിദ, ഒരു കക്ഷി ഒഴികെ, ഒരു വിഭാഗം ഒഴികെ. അവിടെ റസൂലുള്ളാഹി നിർത്തിയില്ല. ആ വിഭാഗത്തിന്റെ പ്രത്യേകത പഠിപ്പിച്ചു. മാ അന അലൈഹി വഅസ്ഹാബി, ഏതൊരു മാർഗത്തിലാണോ പിൻപറ്റിയവർ. നേരത്തെ ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടു, തറക്തു ഫീകും അംറൈൻ, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് വിട്ടേച്ചു പോകുന്നു. അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിപടച്ചു പോവുകയില്ല. ഖുർആനും സുന്നത്തും. അത് പഠിപ്പിച്ച റസൂലുള്ളാഹി പറയുന്നു, എല്ലാവരും നരകത്തിലാണ്, ഒരു കക്ഷി ഒഴികെ. ആ കക്ഷിയുടെ പ്രത്യേകത മാ അന അലൈഹി വഅസ്ഹാബി. ഈ 2 ഹദീസുകൾ തമ്മിൽ വൈരുദ്ധ്യമാണോ? അല്ല, ഒന്നിനെ വിശദീകരിക്കുന്നു. ഖുർആനും സുന്നത്തും തന്നെയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ. ആ അടിസ്ഥാന പ്രമാണങ്ങളാണ് ഞങ്ങളും അംഗീകരിക്കുന്നത് എന്ന് മിക്കവാറും 99% കക്ഷികളും പറയുന്നു. ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഹദീസിന്റെ ആളുകളാണ്. ഒരേ ഖുർആനിൽ പടച്ചവനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന ആശയവും പടച്ചവനല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന ആശയവും ഒരേ ഖുർആനിൽ ഉണ്ടാകുമോ? ഇല്ലല്ലോ. എന്ന് ഖുർആനും ഹദീസും വെച്ച് തെളിയിക്കുക എന്ന് ഖുർആനും ഹദീസും
ഹദീസും വെച്ച് തെളിയിക്കുക, എല്ലാ ആശയങ്ങൾക്കും ഈ സ്രോതസ്സുകൾ തന്നെ തെളിവാവുകയോ? അവിടെയാണ് ഈ അടിസ്ഥാന പ്രമാണങ്ങളായ ഖുർആനിനെയും ഹദീസിനെയും അത് വിശദീകരിച്ചു കൊടുത്ത പ്രവാചകന്റെ തിരുനാവ് കൊണ്ട് വിശദീകരിക്കുമ്പോ, ആ നാവുകളിലൂടെ ചുണ്ടുകളിലൂടെ വിശദീകരിക്കുമ്പോ പ്രവാചകനെ നേരിൽ കണ്ട പ്രൈമറി ഓഡിയൻസ്, പ്രഥമ സംബോധിതരായ സ്വഹാബത്ത് എങ്ങനെയാണോ അതിനെ മനസ്സിലാക്കിയത് അതുപോലെ മനസ്സിലാക്കുക. അവർ മനസ്സിലാക്കിയെടുത്ത്, അവർ പ്രാവർത്തികമാക്കിയെടുത്ത് എന്തെങ്കിലും അബദ്ധമുണ്ടെങ്കിൽ തിരുത്താൻ റസൂലുള്ള അവരോടൊപ്പമുണ്ട്. അതുകൊണ്ട് ഖുർആനും ഹദീസുമാകുന്ന അടിസ്ഥാന പ്രമാണങ്ങളെ മഹാനായ പ്രവാചകനും സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ മനസ്സിലാക്കിയ രീതിയിൽ തന്നെ മനസ്സിലാക്കിയാലല്ലാതെ നമ്മൾ പോകും. അതുകൊണ്ട് ആ ദിവ്യ സന്ദേശം മനസ്സിലാക്കേണ്ടത് അതിന്റെ പ്രഥമ സംബോധിതർ മനസ്സിലാക്കിയതുപോലെ സ്വഹാബത്തിന്റെ മാർഗം എന്നത് ഒരു പ്രമാണമല്ല. പ്രമാണങ്ങളെ എങ്ങനെ മനസ്സിലാക്കണമെന്ന മെത്തഡോളജി, രീതിശാസ്ത്രം, മൻഹജ്, അതാണ് സലഫിന്റെ മാർഗം. അതാണ് ഈ മഹത്തായ പ്രസ്ഥാനത്തിന് കിട്ടിയ പേര് സലഫി പ്രസ്ഥാനം. മുൻഗാമികൾ എങ്ങനെ മുന്നോട്ട് പോയോ ആ മുൻഗാമികൾ നമ്പർ 1 സ്വഹാബത്ത്, താബികൾ, തബഉ താബികൾ, അഥവാ പഴയ ആളുകൾ. പഴയതിലേക്ക് തിരിച്ചു പോവുക. എന്തൊന്ന് കണ്ടാലും ഇത് ആ കാല ഖുർആനും ഹദീസിന്റെയും പ്രഥമ സംബോധനയുടെ കാലഘട്ടത്തിൽ ഈ ജന്മദിനാഘോഷമുണ്ടോ, ഈ മൗലിദുണ്ടോ, ജാറമുണ്ടോ? ചോദ്യമാണ്. ഉണ്ടെന്ന് പറയാൻ കഴിയില്ലല്ലോ. അതെ, പഴയതിലേക്ക് തിരിച്ചു പോവുക. അതല്ലാത്ത മാർഗങ്ങളെല്ലാം നരകത്തിന്റെ നാശത്തിന്റെ മാർഗങ്ങളാണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ആ ദിവ്യ സന്ദേശത്തിന് പ്രവാചകൻ നൽകിയ നേരായ ശരിയായ പാതയിലാണോ നമ്മൾ ഉള്ളത് എന്ന പരിശോധന വളരെ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ നോക്കൂ, നമ്മുടെ നാടുകളിൽ കാണാം ഈ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ഇസ്ലാമിന്റെ സൈദ്ധാന്തിക അടിത്തറ വിശദീകരിക്കുന്ന ആയത്ത്. ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്നിടത്ത് ആ മാത്രത്തെ ഒഴിവാക്കിക്കൊണ്ട് പരിഭാഷ പോലും ഇറങ്ങിയിരിക്കുന്നു. സുന്നത്ത് ജമാഅത്ത് ഖുർആനിൽ എന്നൊരു പുസ്തകം ഇന്ന് ഈ കേരളത്തിലുണ്ട്. ആ പുസ്തകം എഴുതിയ വ്യക്തി അഹ്ലുസുന്നത്ത് വ ജമാഅത്തിനെ തള്ളിക്കൊണ്ട് ഇവിടെ മാത്രം എന്ന അർത്ഥമില്ല, അത് ദുർവ്യാഖ്യാനമാണ്, വിമർശകർ സങ്കല്പിച്ചുണ്ടാക്കിയതാണ്. നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, തൊടുന്നു, അതുമാത്രമേ അവിടെ അർത്ഥമുള്ളൂ. നോക്കൂ, അടിസ്ഥാന ആദർശം വിശദീകരിക്കുന്നിടത്ത് മാത്രം എന്നത് ഒഴിവാകുമ്പോൾ പടച്ചവനല്ലാത്തവരോടും പ്രാർത്ഥിക്കാനുള്ള ലൈസൻസായി, അവരോട് ഇസ്തിഗാസ തേടാനുള്ള ലൈസൻസായി. അങ്ങനെ തൗഹീദിന്റെ അടിത്തറ തന്നെ മാന്തിക്കളയുന്ന തരത്തിലുള്ള ദുർവ്യാഖ്യാനം ഖുർആനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ ആയത്ത് പ്രാവർത്തികമാക്കിയ സ്വഹാബികളിൽ ആരെങ്കിലും ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് വിളിച്ചോ? ചോദ്യത്തിന് ഉത്തരം പറയണം. അവിടെയാണ് ആയത്തിന്റെ പ്രാവർത്തിക രൂപം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് തന്നെ വെച്ചുകൊണ്ട് പറയുന്നു, അവിടെ അനുസരണം എന്ന അർത്ഥം കൂടി പരിഗണിക്കണം. ആരാധന എന്നതുപോലെ അനുസരണവും പരിഗണിക്കണം. അപ്പോൾ നിന്നെ മാത്രമേ ഞങ്ങൾ അനുസരിക്കുകയുള്ളൂ. അല്ലാഹു അല്ലാത്തവരെ അനുസരിച്ചാൽ ശിർക്ക് എന്ന് പറയേണ്ടി വരും. അത് വ്യാഖ്യാനിച്ചു. അല്ലാഹുവിന്റെ നിയമത്തെ മാത്രമേ അനുസരിക്കാൻ, ഉണ്ടാക്കുന്ന നിയമങ്ങൾ അനുസരിക്കരുത്. ഗവൺമെന്റ് ഉണ്ടാക്കുന്ന നിയമങ്ങൾ ഒരു മുസ്ലിം അനുസരിച്ചാൽ അത് ശിർക്കായി പോകും. അതുകൊണ്ട് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ, ഈ രാജ്യത്തിന്റെ കോടതികൾ ഇതിനൊക്കെ അനുസരിച്ചാൽ ശിർക്കായി പോകും. അതുകൊണ്ട് മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്തുകൂടാ. ഈ പടച്ച വിശദീകരണമാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടം ഈ ഇന്ത്യയിൽ നടക്കുമ്പോ ന്യൂനപക്ഷം വരുന്ന വിരലിലെണ്ണാകുന്ന ആളുകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനെതിരെ മുസ്ലിങ്ങളിൽ നിന്ന് സംസാരിക്കാനുണ്ടായത് ഈ ആയത്തിനെ സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുന്നിടത്ത് പിടച്ചതായിരുന്നു. കാരണം ഈ ആയത്തോതി തന്ന മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരോട് പറഞ്ഞു, നിങ്ങൾ നജാശി രാജാവിന്റെ അടുത്ത് പോയിക്കോളൂ, നിങ്ങൾക്ക് അവിടെ അഭയമുണ്ട്. അദ്ദേഹം അന്ന് മുസ്ലിം ആയിട്ടില്ല. ഒരു ഇസ്ലാമിക ഗവൺമെന്റിന്റെ കീഴിലേക്ക് അഭയം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ
ആരാണ് ജൂതന്മാർ? ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കൾ. പക്ഷേ എന്താണ് കരാർ? മദീനക്ക് പുറത്തു നിന്ന് ആരെങ്കിലും മദീനയെ ആക്രമിച്ചാൽ മുസ്ലിങ്ങൾ ജൂതന്മാരെന്ന് പറഞ്ഞ് നമ്മൾ വേർപെട്ട് നിൽക്കില്ല, ഒന്നിച്ചു നിന്ന് മദീനയുടെ ശത്രുവിനെ നേരിടും. അതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഈ കരാറുണ്ടാക്കിയ ദിവസവും പ്രവാചകൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ഓതിയിട്ടുണ്ട്. ആ ആയത്തിനെ മനസ്സിലാക്കിയെടുത്ത് വിശദീകരിച്ചത് പ്രാവർത്തികമാക്കിയെടുത്ത് അബദ്ധം പറ്റിയപ്പോ ഒരു സമുദായത്തെ ന്യൂനപക്ഷം ആളുകളുടെ ഈ ഒരു ദുർവ്യാഖ്യാനം കാരണത്താൽ സാമ്രാജ്യത്വ ശക്തികൾ ഇസ്ലാമിന്റെ മുഖം വികൃതമാക്കാൻ, ഇസ്ലാം ടെററിസമാകുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് തെളിവ് പിടിക്കാൻ മുസ്ലിം സമുദായം അംഗീകരിക്കാത്ത, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ അംഗീകരിക്കാത്ത ഈ ദുർവ്യാഖ്യാനത്തിന്റെ കൊച്ചു കൊച്ചു ഉദ്ധരണികൾ അവർക്ക് കൊടുത്തത് ഈ മാർഗം കൊണ്ടാണ്. അതുപോലെ ഇസ്ലാമിന്റെ അടിസ്ഥാന അത് പറഞ്ഞാൽ ജനങ്ങളുടെ വിശ്വാസത്തിൽ ചെന്ന് തറക്കും, അവരുടെ വിശ്വാസത്തിൽ പരിവർത്തനം വരും. അപ്പോ ഇടങ്ങേറല്ലേ, വിഷമല്ലേ, പ്രതികരിക്കൂലേ? അതുകൊണ്ട് ഒന്നാമത്തത് സൈലന്റ്. ഇപ്പോൾ അത് പറയണ്ട. അതിനു പകരം ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത അമലുകൾ പറയാം. നമസ്കാരത്തിൽ നിന്ന് തുടങ്ങാം. നമസ്കരിക്കണം സഹോദരങ്ങളെ, നമസ്കരിക്കണം. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. നല്ല ആളുകൾ കേട്ടോ, അവരെ കൊണ്ട് ഒരു പ്രശ്നവുമില്ല എന്ന ആളുകൾ പറയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പ്രബോധനത്തിന് അയച്ചപ്പോൾ പറഞ്ഞത് അവരോട് നീ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് പറയണം. അതവർ അംഗീകരിച്ചാൽ 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കണം. അപ്പോൾ നമസ്കരിക്കേണ്ടത് തൗഹീദ് ഉള്ളവരാണ് എന്ന അടിത്തറ അത് അംഗീകരിച്ച് ഉൾക്കൊണ്ട് ആ വിശ്വാസത്തിൽ ഉള്ളവരോടാണ് നമസ്കരിക്കാൻ ആവശ്യപ്പെട്ടത്. മാത്രമല്ല അങ്ങനെ പറഞ്ഞു അതെവിടെ വരെ എത്തി എന്ന് ചോദിച്ചാൽ അമലുകളുടെ മഹത്വങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ സഹോദരങ്ങളുടെ പുസ്തകത്തിൽ വ്യക്തമായത് പറയുന്നു. എന്താണ് പറയുന്നത്? നക്ഷബന്ദിയ ത്വരീഖത്തിന്റെ 10,000 മുരീദന്മാരുള്ള ശൈഖാണ് അമലുകളുടെ മഹത്വങ്ങൾ എന്ന പുസ്തകം എഴുതിയത്. നക്ഷബന്ദിയ ത്വരീഖത്ത് പിഴച്ച ത്വരീഖത്താണെന്ന കാര്യത്തിൽ അഹ്ലുസ് സുന്നത്തിന് തർക്കമില്ലല്ലോ. ആ ത്വരീഖത്തിന്റെ ആളെന്നല്ല, ആ ത്വരീഖത്തിന്റെ 10,000 മുരീദന്മാരുള്ള ശൈഖാണ് എഴുതിയത്. ആ പുസ്തകത്തിൽ പറയുന്ന ഒരു അബദ്ധമാകട്ടെ 100 അബദ്ധങ്ങളിൽ ഒന്ന്, ഒരു മഹാൻ ഒരു വുളു കൊണ്ട് 12 ദിവസം നമസ്കരിച്ചു. അള്ളാഹുവിന്റെ റസൂല് തോറ്റുപോയി. കാരണം റസൂലുള്ള എല്ലാ ദിവസവും വുളു ചെയ്തു. പറഞ്ഞു, ഞാൻ രാത്രി ഉറങ്ങാറുണ്ട്, രാത്രി നമസ്കാരമുണ്ട്, ഞാൻ ഉറങ്ങിയാൽ ഒന്ന് മുറിഞ്ഞു പോകും. നോക്കൂ, അപ്പൊ റസൂലുള്ളയേക്കാൾ വലിയ മഹാനെ കുറിച്ചാണ് അള്ളാഹുവിന്റെ ഭവനത്തിൽ വെച്ച് ഈ വാറോല പറയുന്നത്. അവിടെയാണ് തെറ്റിപ്പോയത്. ഇസ്ലാമിക പ്രബോധനത്തിന്റെ മുൻഗണാക്രമവും അതിന്റെ രീതിശാസ്ത്രവും മനസ്സിലാക്കിയെടുത്ത് അബദ്ധം പറ്റിപ്പോയി. അതുകൊണ്ട് ഈ ദിവ്യ സന്ദേശത്തെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ സ്വഹാബത്ത് പ്രാവർത്തികമാക്കിയതുപോലെ തന്നെ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയിൽ വരുന്ന ചിന്തകളുമായി ദഅവത്തിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചാൽ ഇസ്ലാമിനെ തെരഞ്ഞു നോക്കേണ്ടി വരും. ഇസ്ലാം എവിടെയെന്ന് തെരഞ്ഞു നോക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഫിലിം പ്രദർശനങ്ങൾ, ഇസ്ലാമിക സംഘടനകൾ ഫിലിം പ്രദർശനങ്ങൾ നടത്തുന്നു. ശാഖാപരമായ പ്രശ്നങ്ങളിൽ ഒച്ചപ്പാടുണ്ടാക്കുന്നു. എക്സ്പ്രസ് ഹൈവേ, സ്മാർട്ട് സിറ്റി, കല്ലുപ്പൂ പോലെയുള്ള അപ്പുറത്തും ഇപ്പുറത്തുള്ള മുന്നണികൾ നാഴികക്ക് 40 വട്ടം എടുത്തുപിടിക്കുകയും ചെയ്യുന്ന വിഷയങ്ങൾ അതിൻ്റെതായ പ്രാധാന്യം. അത്തരം ശാഖാപരമായ പ്രശ്നങ്ങളെ ഉയർത്തിപ്പിടിച്ച് അടിസ്ഥാന പ്രശ്നങ്ങളെ വിസ്മരിച്ചു പോകുന്നു. അവിടെയാണ് കേരളത്തിലുള്ള മുസ്ലിങ്ങൾ വരാനിരിക്കുന്ന ഹജ്ജിന് കോട്ടയത്ത് നിന്ന്, കൊല്ലത്ത് നിന്ന്, തിരുവനന്തപുരത്ത് നിന്നും, മലപ്പുറത്ത് നിന്ന്, കോഴിക്കോട് നിന്ന്, എറണാകുളത്ത് നിന്ന്, കാസർഗോഡ് നിന്ന് ഹജ്ജിന് പോകുമ്പോ മഹാനായ പ്രവാചകൻ ഇറങ്ങിയതുപോലെ ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞ് പടച്ചവനിൽ തവക്കുലാക്കിക്കൊണ്ട് എത്ര മുസ്ലിം സഹോദരങ്ങൾ ഹജ്ജിന് വേണ്ടി ഇറങ്ങും. അത് പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ജാറത്തിൽ പോയി ഞാനിങ്ങനെ ഹജ്ജിന് പോവാണ്, നിങ്ങൾ നോക്കണം. മൂപ്പർ എങ്ങോട്ടാ പോകുന്നത്? അള്ളാന്റെ അടുത്തേക്ക്. അത് ഇയാൾ നോക്കണം. തലതിരിഞ്ഞ ഇസ്ലാം. അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു മൗലിദോ റാത്തിബോ ഓതാത്ത എത്ര മുസ്ലിങ്ങൾ 2011 ഹജ്ജിന് പോകുന്നു? ഈ ചോദ്യം എന്നെയും നിങ്ങളെയും അതൊക്കെ ശാഖാപരമായ പ്രശ്നമത്രേ.
പറഞ്ഞ ശാഖാപരമായ ഒരു പ്രശ്നമല്ലേ? ശിർക്ക് ചെയ്താൽ നരകം ഉറപ്പ്, സ്വർഗം ഹറാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അടിസ്ഥാനപരമായ വിഷയത്തെ മനസ്സിലാക്കി സ്വഹാബത്ത് ഏതിനാണോ മുൻഗണന നൽകിയത്, പ്രവാചകനും സ്വഹാബത്തും പഠിപ്പിച്ചതുപോലെ ഈ ഇസ്ലാമിന്റെ വക്താക്കളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ ദിവ്യ സന്ദേശത്തിന്റെ ഈ രണ്ട് പ്രമാണങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ കയ്യിലുള്ളത് എടുത്തു നമ്മൾ ഉപയോഗിക്കണം. അത് വായിച്ചു നോക്കണം, അത് പഠിക്കണം, അത് പ്രയോഗവൽക്കരിക്കണം. ഒരായത്താണോ എന്നിൽ നിന്ന് കിട്ടിയത്, അത് നിങ്ങൾ പ്രബോധനം നടത്തുകയും വേണം, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. ഇതിനു വേണ്ടി ദഅവത്തിന്റെ മാർഗത്തിൽ ഇറങ്ങാതിരിക്കാൻ എനിക്കും നിങ്ങൾക്കും എന്ത് ന്യായമാണുള്ളത്? ജനങ്ങൾ നരകത്തിന്റെ മാർഗത്തിലേക്ക് പോകുമ്പോ ഇന്നതാണ് സ്വർഗത്തിന്റെ അറിഞ്ഞിട്ടും നമ്മുടെ ശാഖകളിൽ ഒരു ഞായറാഴ്ച എടുത്ത് ഏതാനും വീടുകളിൽ കയറി 4 CD കൊടുക്കാൻ, ഒരു ലഘുലേഖ കൊടുക്കാൻ, അവർക്ക് സത്യത്തിന്റെ സന്ദേശം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സഹോദരങ്ങളെ എന്ത് തടസ്സമാണുള്ളത്? ഖുർആൻ പരിഭാഷകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, അമുസ്ലിങ്ങൾക്ക് ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശം എത്തിക്കാൻ ഈ കൂടിയിരിക്കുന്ന നമ്മളൊക്കെ അമാന്തം കാണിച്ചാൽ ഈ ദൗത്യം നിർവഹിക്കാൻ ഇവിടെ ആരാണുള്ളത്? അതുകൊണ്ട് തന്നെ ഈ ദൗത്യത്തിന്റെ പ്രചാരകരായി മാറാൻ നമ്മുടെ മുൻഗാമികളിൽ ചിലർ അവർ കഠിന പ്രയത്നം നടത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ഇന്ന് ജാറത്തിന്റെ അടിമകളാകുമായിരുന്നു, മൗലൂദിന്റെ റാത്തീബിന്റെ ആശാന്മാരാകുമായിരുന്നു. അവിടെ നിന്നും കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അവർ പ്രവർത്തിച്ചു. ആ പ്രവർത്തനത്തിന്റെ വിരിപ്പിലാണ് ഞാനും നിങ്ങളുമുള്ളത്. എങ്കിൽ ഈ ഖുർആനിന്റെ ഹദീസിന്റെ സന്ദേശം ജനങ്ങളിലേക്കും മുസ്ലിങ്ങളിലേക്കും അല്ലാത്തവരിലേക്കും എത്തിക്കുവാനുള്ള ബാധ്യത ഏറ്റെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഈ ദിവ്യ സന്ദേശത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശം എന്റെയും നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കി മാറ്റണം. ഞാൻ അവസാനിപ്പിക്കും മുമ്പ് പറയട്ടെ, നമുക്ക് ധന്യമായൊരു പ്രഭാതം വേണം. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. ആ അസ്ഹാരിന്റെ സമയം, അത്താഴത്തിന്റെ സമയം, ആ സന്ദർഭത്തിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോ പടച്ചോനെ പൊറുത്തു തരണേ എന്ന് പറയുന്നവരാണ് സത്യവിശ്വാസികൾ. ഇന്നനാശിഅത്തല്ലൈലി, രാത്രി എഴുന്നേറ്റുള്ള നമസ്കാരം നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സാന്നിധ്യം നൽകും, നാവിനെയും ഹൃദയത്തെയും ബന്ധിപ്പിക്കും. നേറുന്ന ഏതേത് പ്രശ്നമുണ്ടെങ്കിലും പകൽ സമയത്ത് അവൻ വളരെ ഉഷാറായി നിൽക്കും. എന്റെ കാര്യം, അവൻ രാത്രി ഉറക്കത്തൽപ്പം കുറച്ചുകൊണ്ട് പടച്ചോനോട് എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ലോകമുറങ്ങുമ്പോൾ, അതെ, സുബഹിക്ക് മുമ്പ് ജീവിതം തുടങ്ങി. കേരളത്തിൽ ഇത് പറയാൻ പറ്റിയൊരു സദസ് ഇതല്ലാതെ ആരാണുള്ളത്? അതുകൊണ്ട് ആ പ്രശ്നം കുടുംബരംഗത്തും സമൂഹരംഗത്തും സംഘടനാ രംഗത്തും ഏത് വിഷമങ്ങൾ നമുക്കുണ്ടോ എല്ലാം നാഥന്റെ മുമ്പിൽ സുബഹിക്ക് മുമ്പ് സമർപ്പിച്ചുകൊണ്ട് സമാധാനമടയാൻ രാവിലെയാകുന്നതോടുകൂടി ഒരു സുബഹി ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ 27 or 23 ഇരട്ടി കൂലി മാത്രമല്ല പോകുന്നത്. ആ ബാങ്ക് കേട്ടത് മുതൽ, ആ സന്ദർഭത്തിൽ അതിനെ ഉത്തരം ചെയ്യുന്നത് മുതൽ, അതിനുശേഷമുള്ള സ്വലാത്ത്, ദുആ, നമ്മൾ മിസ്വാക്ക് ചെയ്യൽ, വുദൂ ചെയ്യൽ, വീട്ടിൽ നിന്ന് സുന്നത്ത് നമസ്കരിക്കൽ, പള്ളിയിലേക്ക് വുദൂവോടുകൂടി നടന്നു പോകൽ, പള്ളിയിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന, ജമാഅത്ത് പ്രതീക്ഷിച്ചിരിക്കൽ, ജമാഅത്ത് കഴിഞ്ഞു പ്രഭാതം വരെ ദിക്റുല്ലാഹി തആല, അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയാൽ ഒരു ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി താമത്തൻ എന്ന് റസൂലുള്ളാഹി 3 പ്രാവശ്യം പറഞ്ഞില്ലേ? ആ പ്രഭാതം, അത് കഴിഞ്ഞിട്ട് 10-20ഓളം ദിക്റുകൾ ഒരു സംഗമത്തിൽ വെച്ച് പ്രഭാതത്തിലെ ദിക്റുകൾ 10-20ഓളം ദിക്റുകൾ നമുക്ക് ചെല്ലാനുണ്ട്. ധന്യമായ ഒരു പ്രഭാതം. വൈകുന്നേരമാകുമ്പോഴേക്കും വീണ്ടും നമുക്ക് ചെല്ലാൻ ദിക്റുകളുണ്ട്. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും മുഴുവൻ നാഥന് സമർപ്പിച്ചുകൊണ്ട് ദിക്റിന്റെയും ദുആഇന്റെയും ധന്യമായ ഒരു ജീവിതത്തോടൊപ്പം തന്നെ സർവ്വരംഗങ്ങളിലും ലോകത്തിന്റെ നാഥന്റെ സന്ദേശം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം ജീവിതത്തിൽ പകർത്താൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ ജീവിതത്തിൽ ഈ ദഅവ എന്ന ഉത്തരവാദിത്തം നമ്മെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കണം. ഈ ദഅവത്തിന് വേണ്ടി സംഘമുണ്ടാക്കിയപ്പോൾ ഒരു ചോദ്യം വന്നു, ഇങ്ങനെ സംഘമുണ്ടാക്കാൻ ദലീലുണ്ടോ, തെളിവുണ്ടോ എന്ന് ചോദ്യം വന്നു. വൽതകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈരി എന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്തോതി അന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ആദ്യത്തെ പണ്ഡിത സംഘടന രൂപീകരിക്കുമ്പോൾ ഉത്തരം കൊടുത്തു. അപ്പോൾ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ? തെളിവാണ് ഖുർആനല്ല.
പറ, റാത്തീബിലുണ്ടോ പറ, സംഘടന ഉണ്ടാക്കാൻ തെളിവ്. എങ്കിൽ സഹോദരങ്ങളെ, ഇന്ന് കാലം മാറി വന്നപ്പോ ഈ തൗഹീദിന്റെ സന്ദേശം ലഭിച്ച മഹാന്മാരായ സ്വഹാബത്ത്, ആ സ്വഹാബത്ത് ചെയ്ത ദൗത്യവുമായി തൗഹീദിന്റെ സന്ദേശം ലഭിച്ചവർ മറ്റുള്ളവരിലേക്ക് തൗഹീദിന്റെ സന്ദേശം പകർത്താൻ വേണ്ടി പോകുമ്പോ നിനക്ക് പോകാൻ പറ്റില്ല, നിനക്ക് ഈ സംഘത്ത് പ്രവർത്തിക്കാൻ പറ്റില്ല. കാരണം സംഘടന തിന്മയാകുന്നു. എവിടെയാ തെളിവ്? ആയത്ത് തെളിവല്ല. നോക്കൂ, അന്ധവിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ അന്ന് ആ പുരോഹിതന്മാർ ഓതിയ ആയത്തുകൾ, ആ ആയത്തുകൾ ഇന്ന് ഈ കൂട്ടമായ പ്രവർത്തനത്തിന് തെളിവായി പറയുമ്പോ അതൊന്നും തെളിവല്ലെന്ന് പറയുന്ന ആളുകൾ വരെ ഉണ്ടായി വരുന്ന ഒരു കാലഘട്ടം. ഈ സത്യത്തിന്റെ പ്രബോധനത്തിന്റെ മാർഗത്തിൽ എന്തെല്ലാം തടസ്സങ്ങൾ, ആ തടസ്സങ്ങളെ നീക്കി നേരായ പാതയിൽ പ്രാർത്ഥനയോടുകൂടി സംഗമത്തിൽ വന്ന പഠിതാക്കളുടെ ഓരോരുത്തരുടെയും നാടുകളിൽ പ്രകാശമുണ്ടാകും. ആ പ്രകാശം യൂണിറ്റുകളായി, പള്ളികളായി, സബ് പള്ളികളായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാകുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഈ സമാധാനത്തിന്റെ ദിവ്യ സന്ദേശത്തിന്റെ വക്താക്കളാകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.